വീട്ടിൽ വളർത്തുന്ന കോഴി കൂവുന്നത് ശബ്ദ മലിനീകരണമാണെന്ന് ഷൊർണൂർ നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ കാരക്കാട് സ്വദേശി സായിരാജിനാണ് നഗരസഭ വിചിത്രമായ ഈ നോട്ടീസ് നൽകിയത്. വാർഡ് കൗൺസിലർ CK സൗമ്യയുടെ അടുത്ത് സായിരാജ് പരാതിയുമായി എത്തിയതോടെ സംഭവം പുറത്തറിയുകയായിരുന്നു. നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ കവളപ്പാറ സ്വദേശിക്ക് നൽകിയ കത്ത് കൗൺസിലിൽ വായിച്ചു. പരാതി ഒന്ന് പ്രകാരമുള്ള പരാതിയിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് 2 പ്രകാരം സായിരാജ് തെക്കുംപറമ്പിൽ എന്ന താങ്കളുടെ ഉടമസ്ഥതയിലുള്ള കോഴിക്കൂട്ടിൽ നിന്നും ദുർഗന്ധവും ശബ്ദ മലിനീകരണവും ഉണ്ടാകുന്നതായി ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഈ നോട്ടീസ് കൈപ്പറ്റി ഉടനെ താങ്കളുടെ കോഴിക്കോട് പരിസരവും മറ്റുള്ളവർക്ക് ശല്യമല്ലാത്ത രീതിയിൽ വൃത്തിയാക്കി പരിപാലിക്കേണ്ടതും ഓഫീസിൽ രേഖാമൂലം അറിയിക്കേണ്ടതുമാണ്. അല്ലാത്ത പക്ഷം കേരള മുനിസിപ്പൽ ആക്ട് 440 പ്രകാരം താങ്കൾക്കെതിരെ നിയമാനുസൃത തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ് എന്ന് ഇതിനാൽ അറിയിക്കുന്നു. ക്ലീൻ സിറ്റി മാനേജർ. രാവിലെ കോഴി കൂവുന്നത് ശബ്ദ മലിനീകരണമാണെന്ന് കണ്ടെത്തിയ ആരോഗ്യ വിഭാഗത്തെയും കൗൺസിലർമാർ പരിഹസിച്ചു. സമീപവാസിയുടെ പരാതിയിൽ നഗരസഭ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തിയാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇത്തരം നോട്ടീസുകൾ നൽകുമ്പോൾ അത് പരാതിയായാൽ എന്ത് മറുപടിയാണ് നൽകേണ്ടതെന്ന് അറിയുന്നില്ലെന്ന് കൗൺസിലർ CK സൗമ്യ പറഞ്ഞു. വീട്ടിൽ കോഴിക്കൂടുണ്ടാക്കി വൃത്തിയുള്ള സാഹചര്യത്തിൽ 6 കോഴികളെയാണ് സായിരാജിന്റെ വീട്ടിൽ വളർത്തുന്നത്. ഇതിലെ പൂവൻ കോഴി പുലർച്ചെ കൂവുന്നത് ശല്യമാണെന്നും ശബ്ദ മലിനീകരണവുമാണെന്നാണ് സമീപവാസിയുടെ പരാതി. ഇത്തരം പരാതി നൽകുന്നവർക്കെതിരെയാണ് നടപടിയെടുക്കേണ്ടതെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ പറഞ്ഞു. മാത്രമല്ല, വയനാട് ദുരന്തത്തെ ഓർത്താൽ ഇത്തരം ബാലിഷ്യമായ പരാതികളുമായി വരില്ലെന്നും കൗൺസിലർ TK ബഷീറും പറഞ്ഞു. ഇക്കാര്യം നേരിട്ട് പരിശോധിക്കാമെന്ന് കൗൺസിലിൽ ക്ലീൻ സിറ്റി മാനേജർ TK പ്രകാശൻ അറിയിച്ചു. അവിടെ ആകെ ഒരു 10-12 കോഴിയുള്ളൂ. അത് വീട്ടില് നല്ല വൃത്തിയുള്ള കൂടാണ്. അവര് ഇതൊക്കെ ഇട്ടിട്ട് വൃത്തിയായിട്ട് നോക്കണ ഒരു കൂടാണ്. ഇവിടുന്ന് പോയി ഒരു പറഞ്ഞു ഇതിൽ വൃത്തികേടൊന്നും ഇല്ലല്ലോ, ഒന്നും കൂടി വൃത്തിയായി സൂക്ഷിച്ചാൽ മതി എന്ന് അവരോട് തന്നെ പറഞ്ഞിട്ടാണ് അവർ പോകുന്നത്. നമ്മൾ വിചാരിച്ച അത് തീർന്നു. പിന്നെയാണ് അവർക്ക് ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു പരാതിയായിരുന്നു. ആ പരാതിയോട് അന്വേഷണം നടത്തിയതാണ്. ടെറസിലാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പോ തൊട്ട അയൽവാസിയുടെ പരാതി ഇതുകൊണ്ട് കോഴിയുടെ സ്മെല്ലടിക്കുന്നു, അതുപോലെ തന്നെ രാവിലെ എനിക്ക് കോഴി കോഴിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അതൊന്ന് നേരിട്ട് പരിശോധിക്കാം. ഞാൻ പരിശോധിക്കാം. പറഞ്ഞ വിഷയം ഞാനും നേരിട്ട് പരിശോധിക്കാം. വളരെ മോശം ഒരു ഉറങ്ങാൻ പറ്റത്തില്ല. അത്ര ഒരു പരാതി മനസ്സിലായി. നമ്മുടെ ഹെൽത്ത് വിഭാഗം ആളുകൾക്ക് എഴുതി കൊടുത്ത് ഇത്രയും അസംബന്ധമായിട്ടുള്ള വാർത്ത പ്രയോഗിച്ചത് ശരിക്കും തന്നെയാണ്. കോഴി കൂടുതൽ ശബ്ദമലിനീകരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കണം. കോഴി കൂകിയില്ല, ആളെ കിടന്നുറങ്ങി, എല്ലാ ബുദ്ധിമുട്ടും നമ്മളെല്ലാരും വയനാട് കണ്ടതാണ്. ചെയ്യണ